إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك ميت وإنهم ميتون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും പാലിച്ച് പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പ്രീതി നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ഖുതുബകളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകന്റെ മരണത്തോടടുത്ത ദിനങ്ങൾ, ആ ദിനങ്ങളിൽ നടന്ന സംഭവങ്ങൾ, പ്രവാചക സംസാരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക അവശതകൾ, പ്രയാസങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രവാചക വചനങ്ങളും പരിചരണത്തിന് വേണ്ടി പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പ്രവാചക പുത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വെച്ചത്. മരണത്തോടടുക്കും തോറും പ്രവാചകന് വല്ലാത്ത പ്രയാസങ്ങളും ശാരീരികമായ വേദനകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, നമസ്കാരത്തിന് പോലും പ്രവാചകന് സഹാബികൾക്ക് ഇമാമ് നിൽക്കാൻ പറ്റാത്ത പരിതസ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. റബീഉൽ അവ്വൽ 8 മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന റബീഉൽ അവ്വൽ 12 വരെ 17 വക്തിന് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് നേതൃത്വം കൊടുത്തത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്റെ വീട്ടിലേക്ക് മുതിർന്നതും അതല്ലാത്തതുമായ സഹാബികളൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ യഥാസമയങ്ങളിൽ പ്രവാചകൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നൽകിക്കൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അടിമകളെ മോചിപ്പിക്കുന്നു. 6-7 ദിനാറുകൾ മാത്രമുള്ളത് ദാനം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. അന്നേ ദിവസം രാത്രി തന്നെ പ്രവാചകന്റെ വീട്ടിൽ രാവിൽ വേണ്ട
വിളക്കിന്റെ വെളിച്ചത്തിന് വേണ്ടി എണ്ണയില്ലാതെ വന്നപ്പോൾ അയൽപ്പക്കത്തേക്ക് പോയി കൊണ്ടുവരാനുള്ള നിർദ്ദേശം ആയിഷ റളിയല്ലാഹു അൻഹ നൽകുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞ് പങ്കുവച്ചത്. ഇനി പിറ്റേ ദിവസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണദിനം, പ്രവാചകൻ വഫാത്താകുന്ന ദിവസം റബീഉൽ അവ്വൽ 12-ന്റെ പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പുഞ്ചിരി. അനസ് ഇബ്നു മാലിക്കിന് ഇദാ കാന യൗമുൽ ഇത്നൈൻ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാതത്തിൽ വഹും അവർ സഹാബികൾ സുഫൂഫൻ ഫിസ്സലാ നമസ്കാരത്തിന് വേണ്ടി പ്രഭാത നമസ്കാരത്തിന് വേണ്ടി സൊഫിൽ അണിയണിയായി നിൽക്കുകയാണ്. പ്രവാചകന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, മദീന പള്ളിയിൽ സമീപത്താണ്. ഫകശഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്റൽ ഹുജറ, മുറിയുടെ റൂമിന്റെ മറയൊന്നിങ്ങനെ നീക്കി. യൻദുറു ഇലൈന, പ്രവാചകൻ ഞങ്ങളിലേക്ക് നോക്കി. നോക്കിയിട്ട് സുമ്മ തബസ്സമ, പ്രവാചകൻ ഒന്ന് പുഞ്ചിരിച്ചു. വളന്ന അന്നൻ നബിയ ഖാരിജുൻ ഇലസ്സലാ, ഞങ്ങൾ സന്തോഷിച്ചു പ്രവാചകന് ആരോഗ്യമായി പ്രയാസങ്ങൾ നീങ്ങിയിട്ടുണ്ട്, നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ പ്രവാചകൻ ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരാനിരിക്കുന്നു എന്ന രൂപത്തിൽ ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഫഅശാറ ഇലൈന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഞങ്ങളിലേക്ക് സൂചന ഇങ്ങോട്ട് നൽകുകയായിരുന്നു. അന്നതിമ്മു സ്വലാത്തക്കും, നിങ്ങൾ നമസ്കാരം പൂർത്തിയാക്കിക്കൊള്ളൂ എന്ന നിലക്ക്. വാർഹസിത്ര, പ്രവാചകൻ വിരി വീണ്ടും മറക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം തൻ്റെ അനുചരന്മാരെ അവരുടെ നമസ്കാര സമയത്ത് നോക്കി അങ്ങനെ പുഞ്ചിരിച്ചു. പിന്നെ അതിനുശേഷം പൂർവാഹന സമയത്തോടടുക്കുകയാണ്. പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവാചകന്റെ അളിയൻ സിദ്ദീഖുൽ അക്ബറിന്റെ മകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വരുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മിസ്വാക്ക് പ്രവാചകന് കാണുകയാണ്. ദന്തശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മിസ്വാക്ക്. ആ മിസ്വാക്കിലേക്ക് പ്രവാചകൻ നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നി പ്രവാചകൻ അത് ആഗ്രഹിക്കുന്നുവോ ആവശ്യപ്പെടുന്നുവോ, ദന്തശുചീകരണം നടത്താൻ ഈ സമയത്ത് പ്രവാചകൻ ഇച്ഛിക്കുന്നുവോ എന്ന് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ അതേ എന്ന ആംഗ്യം കാണിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ സഹോദരനിൽ നിന്ന് മിസ്വാക്ക് വാങ്ങുകയും അതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി, നേർമ വരുത്താൻ വേണ്ടി പല്ലുകൊണ്ട് അത് ചവക്കുകയും അതിൻ്റെ നേർമ വരുത്തുകയും എന്നിട്ട് പ്രവാചകൻ അത് കൊടുക്കുകയും പ്രവാചകൻ അതുകൊണ്ട് നന്നായി ശുചീകരണം നടത്തുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാവുകയില്ല എങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെയും മുന്നോടിയായി നിങ്ങൾ പല്ല് വൃത്തിയാക്കുന്നതിന്, വായ വൃത്തിയാക്കുന്നതിന്, ദന്തശുചീകരണം നടത്തുന്നതിന് ഞാൻ നിങ്ങളിൽ പ്രത്യേകമായി സുന്നത്താക്കി തീർക്കുമായിരുന്നു എന്ന് പ്രവാചകൻ ആ ഒരു സുന്നത്ത് അവസാന സമയത്ത് നിർവഹിക്കുകയാണ്. മാത്രവുമല്ല, ദാമ്പത്യത്തിൻ്റെ മവദ്ദത്തിൻ്റെയും റഹ്മത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനർഘ നിമിഷമായി ആ സമയം മാറിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കുകയാണ്. ഫജമഅ അല്ലാഹു ബൈന റീഖി വരീഖിഹി ഫീ ആഖിരി യൗമിൻ മിനദ് ദുനിയ വഅവ്വലി യൗമിൻ മിനൽ ആഖിറ. ഇഹലോകത്തെ അവസാനത്തെയും പരലോകത്തെ ആദ്യത്തെയും ദിനത്തിൽ എന്റെയും എൻ്റെ പ്രിയതമനായ പ്രവാചകന്റെയും ഉമിനീരുകൾ തമ്മിൽ കൂടിക്കലർത്തി പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എൻ്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും തമ്മിൽ അതുവഴി ചേർക്കപ്പെട്ടു ഒന്നാക്കി അള്ളാഹു അതിനെ യോജിപ്പിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എങ്കിൽ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതം വിശുദ്ധ ഖുർആനിൽ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അവസാന സമയത്ത് പോലും പ്രവാചകൻ അത് നിലനിർത്തി എന്ന് അനാവരണം ചെയ്യുന്ന നിമിഷമായി ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ദാമ്പത്യ പാഠശാലയിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠം പഠിച്ച് പകർത്തി പുതിയ കാലത്തിൻ്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന ഉത്ബുദ്ധരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നീട് പ്രവാചകൻ പേരക്കുട്ടികൾ അടുത്ത് വിളിക്കുകയാണ്. പേരക്കുട്ടികൾ പ്രവാചകന്റെ ജീവന്റെ ജീവനാണ്. ഒട്ടകമായിട്ട് അവരെ കളിപ്പിച്ച ചരിത്രമൊക്കെ ആവോളം നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമസ്കരിക്കുന്ന സമയത്ത് അവർ കടന്നു വന്ന് പ്രവാചകന്റെ ചുമലിൽ ഇരിക്കുമ്പോൾ സുജൂദിന് പ്രവാചകൻ ദൈർഘ്യമുണ്ടാക്കിയിരുന്നു. പേരമക്കൾ വീണു പോകുമോ എന്ന് വിചാരിച്ച് ഖുതുബ നടത്തുന്ന സമയത്ത് പേരക്കുട്ടികൾ കടന്നു വന്നപ്പോൾ അവരെ പിടിച്ച് അരികിൽ ഇരുത്തി എന്നതും ചരിത്രം തന്നെയാണ്. ആ പേരമക്കളെ അവസാന ദിനത്തിൽ അവസാന സമയങ്ങളിൽ
അടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ച് പ്രവാചകൻ ചുംബനം നൽകി. ഭാര്യമാർക്ക് പ്രവാചകൻ ഉപദേശം നൽകിക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ സഹാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ വ്യക്തമായ സാരോപദേശങ്ങൾ ഐഹികവും ആത്മീയവുമായി ഇസ്ലാമിക ജീവിതത്തിൽ നിർവഹിക്കേണ്ട നിഷ്ഠ പ്രത്യേകമായ ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിക്കൊണ്ടേയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങൾ പ്രവാചകൻ നൽകിയ അവസാന ദിനങ്ങളിൽ, അവസാന സമയങ്ങളിൽ 2 ഉപദേശങ്ങൾ ഈ ഉമ്മത്ത് എക്കാലത്തും കാതോർക്കുകയും കരുതി വെക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഉപദേശത്തെ മാറ്റിവെച്ച് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കാതെ പല രൂപത്തിലും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയാതെ നിർവാഹമില്ല. അബ്ബാസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാല, അവർ രണ്ടുപേരും പറയുക, ലമ്മാ നസ്സല ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മരണാസന്നനായപ്പോൾ, തുഫിഖ യത്റഹു ഖമീസ, പ്രവാചകൻ തന്റെ മുഖത്തേക്ക് മുണ്ടിടുന്നുണ്ട്, മുഖത്തേക്ക് മുണ്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അലാ വജി ഫൈദ തമ്മ ബിഹാ, പ്രവാചകന്റെ ബോധം മറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബോധം വരുമ്പോൾ വീണ്ടും ആ മുണ്ടിടുന്നുണ്ട്. കശഫഹ അൻ വജിഹി, ആ മുഖത്ത് നിന്ന് മുണ്ട് മാറ്റിക്കൊണ്ട് വസ്ത്രം നീക്കിക്കൊണ്ട്, ഫഖാല, പ്രവാചകൻ പറഞ്ഞു, വഹുവ കദാലിക, പ്രകാരം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ശാപം ജൂത ക്രൈസ്തവരുടെ മേലുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ ആഘോഷ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. യുഹദ്ദിറു മാ സനഉ, അഹ്ലു കിതാബ നിർവഹിച്ചതിന്റെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീദിലൂടെ അറിയിക്കുകയാണ്. അഥവാ എന്റെ ഉമ്മത്തിൽ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി, എന്റെ ഖബറിനെ നീ മാറ്റരുത്, വസന യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ നാഥ നീ മാറ്റരുത്. മറ്റൊരു ഹദീസിൽ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആക്കി തീർക്കരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കലും ഖബറിന്റെ സമീപത്ത് ഉറൂസും നേർച്ചയും, അതേപോലെ തന്നെ ഖബറിനെ ചുറ്റി കറങ്ങലും സുജൂദ് ചെയ്യലും, അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിക്കലും പച്ചപ്പരവതാനി വിരിക്കലും ഒക്കെയായി എന്തൊക്കെ ഖബർ വ്യവസായങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ അന്ത്യോപദേശത്തിൽ അതിപ്രധാനമായി ഉമ്മത്ത് മുഖവിലക്കെടുത്ത് മാറ്റം വരുത്തേണ്ട തൗഹീദി വിഷയമാണ്. അഖീദയെ പിഴപ്പിക്കുന്ന പല അനാചാരങ്ങളും ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ എല്ലാ ഭാഗങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാഗൂരെന്നോ അജ്മീറെന്നോ ഏർവാടിയെന്നോ മുനമ്പമെന്നോ പുതിയങ്ങാടിയെന്നോ കാസർഗോഡെന്നോ CM മക്കാമെന്നോ വ്യത്യാസം കൊല്ലം പാറപ്പള്ളിയെന്നോ എത്രയെത്ര കേന്ദ്രങ്ങളാണ്. നിങ്ങൾ ഖബർ സന്ദർശിക്കണം. പ്രവാചകൻ എന്തിനാ പറഞ്ഞത്? തുദക്കിറുകുമുൽ മൗത വൽ ആഖിറ, പരലോകത്തെയും മരണത്തെയും കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഖബർ സന്ദർശിക്കണം എന്നാ പറഞ്ഞത്. ഖബറിലുള്ള മൺമറഞ്ഞു പോയവരോട് ആരാധിക്കാൻ വേണ്ടിയല്ല, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയല്ല, ഖബറിടത്തിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടിയല്ല, അങ്ങനെ ആരാധന ആഘോഷ ഉറൂസ് നേർച്ച കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയല്ല. പ്രവാചകൻ അതിന് സമ്മതം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ജൂത ക്രൈസ്തവ വിഭാഗത്തിന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട കാരണമായി പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളിൽ വളരെ ഗൗരവത്തോടെ ഉപദേശം നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണേ എന്ന് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിൽ കോടിക്കണക്കിന് രൂപക്കാണ് പോയ വർഷത്തിൽ ഖബർ വ്യവസായത്തിന് വേണ്ടിയിട്ട് ലേലം വിളി നടന്നത്. ആലോചിക്കപ്പോൾ നടത്തുന്നതിൽ നിന്ന് മറ്റൊരു കമ്മിറ്റി ഏറ്റെടുക്കുമ്പോൾ ലേലം വിളിച്ച് ഏറ്റെടുക്കുകയാണ്. കാരണം അവിടേക്കുള്ള വരുമാനം ആലോചിച്ചുകൊണ്ട്. അപ്പൊ പറയുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള അനാചാരങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച ഉപദേശം വളരെ പ്രസക്തം തന്നെയാണ്. അത് ഏറ്റെടുക്കുവാൻ ഈ ഉമ്മത്തിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രവാചകന്റെ അവസാന വാക്കുകളിൽ അൻ അലിയിൻ അലൈഹിസ്സലാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ കാന ആഖിറു കലാമിൻ, അവസാനത്തെ വാക്കുകളിൽ പ്രവാചകൻ അരുളുകയാണ്, പ്രവാചകൻ മൊഴിയുകയാണ്, അസ്സലാ അസ്സലാ ഇത്തഖുല്ലാഹ ഫീമാ മലകത് അയ്മാനുകും, അസ്സലാ, ഉമ്മത്തെ നമസ്കാരം, അസ്സലാ, നമസ്കാരം. പ്രവാചകൻ അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് മറ്റ് ഹദീസുകളിലും കാണുവാൻ കഴിയും. അവസാനത്തെ സമയത്ത് പ്രവാചകൻ ഉള്ള ആരോഗ്യം കൊണ്ട് നാവ് ചലിപ്പിച്ച് ഈ ഉമ്മത്തിന്റെ ശിആറായി നിലനിൽക്കേണ്ട
മണിക്കൂറുകൾക്കിടക്ക് മനുഷ്യന്റെ മനസ്സ് മലിനമായി കൊണ്ടിരിക്കുന്നതിനെ തസ്കിയത്തിലേക്കും തർബിയത്തിലേക്കും വഴി നടത്തുന്ന ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി തീർക്കുന്ന, നിഷേധിയുടെ സ്വഭാവത്തിൽ തികച്ചും മാറ്റി നിർത്തുന്ന ഗുണം, ക്വാളിറ്റി, അനുഷ്ഠാനം, നമസ്കാരം, ആ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുതേ, വിഘാതം വരുത്തരുതേ, നിങ്ങൾ അശ്രദ്ധ കാണിക്കരുതേ എന്ന് പ്രവാചകൻ പറയുകയാണ്. സൂറത്തുൽ മാഊനിൽ ചിലപ്പോൾ ളുഹറിലോ അസറിലോ ഒക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന അധ്യായത്തിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ചില ആളുകൾ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലാണ്. ജുമഅയിൽ പങ്കെടുത്തു, അസർ എവിടുന്ന് നമസ്കരിക്കണമെന്ന ശ്രദ്ധയില്ല, മഗ്‌രിബ് എപ്പോൾ നമസ്കരിക്കണമെന്ന ശ്രദ്ധയില്ല, എപ്പോഴെങ്കിലും ഒക്കെ അങ്ങ് നമസ്കരിച്ചാൽ പോരെ എന്ന ഉദാസീനതയും ഉമ്മത്തിന് വന്നില്ലേ? ആ വന്ന അന്നു മുതലാണ് ജീർണതയും നമ്മുടെ കുടുംബത്തിലേക്കും മനസ്സിലേക്കും സമൂഹത്തിലേക്കും സോഷ്യൽ മീഡിയകളിലൂടെയും അതല്ലാത്ത ഇടങ്ങളിലൂടെയും വർദ്ധിക്കാൻ കാരണം. നമ്മുടെ മക്കളും ബന്ധുക്കളും അതേപോലെ ഇസ്ലാമിക ഉമ്മത്തിലെ അംഗങ്ങളും ഒക്കെ അധർമ്മങ്ങൾക്ക്, അരാജകത്വങ്ങൾക്ക്, അശ്ലീലമായ കാര്യങ്ങളിൽ ചെന്ന് പതിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം വസ്സലാത്തു തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശമായ നീചമായ അനാശാസ്യ ആഭാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അകന്നു നിൽക്കുവാനുള്ള പ്രതിരോധം നമസ്കാരമാണ് എന്ന് അള്ളാഹ് അൻകബൂത്ത് എന്ന അധ്യായത്തിൽ ആയത്തിലൂടെ അറിയിക്കുകയും പ്രവാചകൻ അവിടുത്തെ അന്ത്യോപദേശങ്ങളിൽ വളരെ പ്രധാനമായി പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. നമസ്കാരം നമസ്കാരം എന്ന് വീഴ്ച വരുത്തുന്നവർ നമ്മുടെ മക്കളിലുണ്ടോ, നമ്മുടെ ഇണകളിലുണ്ടോ, നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടോ? തീർച്ചയായും നമ്മൾ ഉത്ബോധനം കൊടുക്കണം. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മരണത്തോടടുത്ത സമയത്ത് ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശം അതാണ്. ആ മാസത്തിൽ, ആ ദിനത്തിൽ, റബീഉൽ അവ്വലിലൊക്കെ ആഘോഷത്തിമപ്പിലൂടെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ റാലിയും അതല്ലാതെയും ആഘോഷിക്കുന്ന ആളുകളിൽ അടക്കം നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന സങ്കടകരമായ രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് പ്രവാചകനോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്, പ്രേമമാണ്, ഇഷ്ടമാണ്, അതുകൊണ്ട് സുബൈ ജമാഅത്ത് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, ഒരൊറ്റ റക്അത്ത് പോലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ ഐച്ഛിക നമസ്കാരങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് റവാത്തിബും തഹിയ്യത്തും നമസ്കരിച്ച് പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് പറയാൻ കഴിയുന്ന പ്രവാചക സ്നേഹികളെ കാലം തേടുകയാണ്. പിന്നീട് പ്രവാചകൻ പറയാ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഫീമാ മലക്കത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ, നിങ്ങളുടെ ആശ്രിതർ, നിങ്ങളുടെ കീഴിലുള്ളവർ, ജോലിസ്ഥലത്താകാം, വീട്ടിലാകാം, നമ്മുടെ ആശ്രിതരായി, നമുക്ക് വിധേയപ്പെട്ടവരായി, നമ്മിലെ ദുർബലരായി, നമ്മുടെ കൂടെ ആരൊക്കെയുണ്ടോ അവരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് തരത്തിൽ നമുക്ക് അതിനെ ചിന്തിക്കാം. ആശ്രിതരായി തീരേണ്ട നിരാലംബരും നിരപരാധികളുമായ എത്രയോ മനുഷ്യരത ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനടക്ക് 100-ലധികം ആളുകൾ ഗസയിലതാ പിന്നെയും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആശാവഹമായ അനക്കങ്ങൾ പല ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കുള്ള ഫ്ലോട്ടില എന്ന് പറയുന്ന 19ഓളം ഭക്ഷണവും മരുന്നും അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെയായി കടന്നു വരുന്ന കപ്പലുകൾക്ക് അതിനെ സംരക്ഷണം ഒരുക്കാൻ ഇറ്റലിയും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ യുദ്ധക്കപ്പലുകളെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യാവകാശ വിഷയത്തെ സമീപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫീമാ മലക്കത്ത് അയ്മാനുക്കും, വിശ്വാസികൾ എന്ന നിലക്ക്, സഹോദരങ്ങൾ എന്ന നിലക്ക്, മതബാധ്യത എന്ന നിലക്ക് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളിൽ നിങ്ങൾക്ക് വിധേയപ്പെട്ട, നിങ്ങളുടെ സഹായഹസ്തം എത്തേണ്ട, നിങ്ങളുടെ കരുതലിന് കാത്തു നിൽക്കുന്നവരുടെ വിഷയത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ചോദിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ ആശ്രിതരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിലും സമൂഹത്തിലും ജോലിയിലും അതേപോലെ തന്നെ ഇടപാടുകളിലും ബന്ധങ്ങളിലുമൊക്കെ നമുക്ക് ആശ്രിതരായി കൊണ്ടിരിക്കുന്നവരോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുവാനുള്ള ഭക്തിയും സൂക്ഷ്മതയും ദീനീ ബോധവും നിലനിർത്തി തരുമാറാകട്ടെ. അതേപോലെ പ്രവാചകൻ മരണത്തിന്റെ തൊട്ട് മുമ്പായിട്ട്, മരണത്തോടടുക്കുന്ന അവസാന നിമിഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമീപത്തിരുന്ന തോൽപാത്രത്തിൽ നിന്ന് അതിൽ വെള്ളമെടുത്ത് കൈ അതിലേക്ക് സ്പർശിച്ച് കൈ തോൽപാത്രത്തിലേക്ക് കടത്തി അതിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് തന്റെ മുഖത്ത് ഇങ്ങനെ തടവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. അതും അഭിമാനത്തോടെ പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പങ്കുവെച്ചിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു അനുഭൂതിയാണ്, എനിക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കടിച്ചു കൊടുത്ത അറാക്കിന്റെ കൊള്ളി കൊണ്ട് പല്ല് തേച്ചു എന്നതും, എൻ്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒരുമിച്ചാക്കി അള്ളാഹു എന്നതും, അതേപോലെ തന്നെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതൊക്കെ പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ അനുസ്മരിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അവസാനം ആ പ്രവാചകന്റെ വാക്കുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വേദനയുണ്ട്. ഫജഅല യഖൂൽ, പ്രവാചകൻ അങ്ങനെ പറയുക, ആയത്തോതുകയാണ്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത് പ്രവാചകൻ പാരായണം ചെയ്തു. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഅല്ലദീന, ഒരു വിഭാഗത്തിന്റെ കൂടെയാണ് അല്ലാഹുവേ, അൻഅമല്ലാഹ്, ആ വിഭാഗത്തെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സത്യപ്പെടുത്തിയവർ, വശുഹദാഇ, രക്തസാക്ഷികൾ, വസ്സാലിഹീൻ, സ്വാലിഹീങ്ങൾ, ഈ 4 വിഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തവരാണ്. ആ 4 വിഭാഗത്തിന്റെയും കൂടെ എന്ന ആശയമുള്ള ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർലീ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, വർഹംനി, അല്ലാഹുവേ എന്നോട് നീ കാരുണ്യം കാണിക്കണമേ, വൽഹിഖ്നി ബിർറഫീഖ്, ഉന്നതരായ സുഹൃത്തുക്കളുടെ കൂടെ എന്നെ നീ ചേർക്കുകയും പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന്. സുമ്മ നസബ യദഹു, പിന്നെ പ്രവാചകന്റെ തന്റെ കൈ ഉയർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ ഉയർത്തി. ഫിർ റഫീഖിൽ അഅ്ലാ, ആ ഉയർത്തുന്നതോടൊപ്പം പ്രവാചകൻ പലവരും പറഞ്ഞുകൊണ്ടിരുന്നു, ഫിർ റഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ കൂട്ടുകാരനിലേക്ക്, അത്യുന്നതനായ കൂട്ടുകാരനിലേക്ക്. ഹത്താ ഖുബിള, പ്രവാചകന്റെ ആത്മാവ് പിടിക്കപ്പെടുന്നത് വരെ. വമാലത് യദഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ താഴേക്ക് വീഴുകയാണ്. പ്രവാചകന്റെ കൈ താഴേക്ക് വീണു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാരുണ്യക്കാതലായി കടന്നു വന്ന, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അത്താണിയായി തീർന്ന, അവസാന വാചകത്തിലും അവർക്ക് വേണ്ടി വാക്കുകൾ മൊഴിഞ്ഞ, ഈ ഉമ്മത്തിന്റെ ഷിആറായ നമസ്കാരം ബോധ്യപ്പെടുത്തിയിട്ടുള്ള പല പല ഉപദേശങ്ങളും നൽകി, വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ആചാരത്തിലും ധർമ്മത്തിലും സംസ്കാരത്തിലും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമായി തീരുന്നതിന് വേണ്ടി 23 വർഷ കാലയളവ് കൊണ്ട് സമുന്നതമായ ജീവിതം നയിച്ച മാതൃകാ വ്യക്തിത്വം, പ്രവാചകനാകുന്നതിന്റെ മുമ്പേ അൽ അമീൻ, സത്യസന്ധൻ എന്ന വിശേഷണത്തിന് അർഹത നേടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത എല്ലാ ദൗത്യവും ഭംഗിയോടെ ഭക്തിയോടെ പൂർത്തിയാക്കിയ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ, പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി, ഖാത്തമുൽ അംബിയ, അന്ത്യനാൾ സംഭവിച്ചാൽ ആദ്യമായി എഴുന്നേൽക്കുന്ന പ്രവാചകൻ, പരിഗണിക്കപ്പെടുന്ന ശുപാർശ പറയുന്ന പ്രവാചകൻ, കോടിക്കണക്കിന് മനുഷ്യർ സ്വലാത്ത് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ, കോടിക്കണക്കിന് മനുഷ്യരുടെ ആദർശത്തിന്റെ ആവേശമായി അലയടിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കരഞ്ഞ റബീഉൽ അവ്വൽ 12-ന് ഉച്ചയോടടുത്ത സമയത്ത് ഈ ലോകത്തോട് വിട പറയുകയാണ്, അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്. ആ പ്രവാചകന്റെ പാതയുണ്ട്, പ്രവാചകനാണ് വേർപെട്ടു പോയിട്ടുള്ളത്, പ്രവാചകന്റെ ചര്യ മുമ്പിലുണ്ട്. 2-3 ഖുത്ബകളിലായി പ്രവാചകന്റെ വേർപാടുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വൽ ആരംഭിച്ച് നമ്മൾ തുടർന്ന ഈ വിഷയത്തിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കണം. സംഭവങ്ങൾ ഉദ്ധരിച്ചു, ചരിത്രം ഉദ്ധരിച്ചു, ആയത്തുകൾ ഉദ്ധരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു. ഏത് ഗ്രന്ഥം എടുത്തു നോക്കിക്കഴിഞ്ഞാലും സംഘടന ഭേദമന്യേ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത, ഇസ്ലാമിക ഉമ്മത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ ചർച്ച ചെയ്യേണ്ടതും ഏറ്റെടുക്കേണ്ടതും ആലോചിക്കേണ്ടതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെയും വിയോഗത്തെയും സംബന്ധിച്ചാണ് എന്ന് നിസ്സംശയം മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് അടുത്ത വർഷത്തെ റബീഉൽ അവ്വൽ സമാഗതമാകുന്ന സമയത്ത് പ്രവാചകൻ മരിച്ച മാസം വരികയാണ്. അതിൽ ചില ഉപദേശങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച് വീണ്ടും വിചാരം നടത്തേണ്ട സമയമാണ്. ആയുസ് ലഭിക്കുകയാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ പോയ മാസത്തിൽ പലതും ചെയ്തിരിക്കാം, അതിനെല്ലാം പൊറുപ്പിക്കുന്ന വിധത്തിൽ പ്രവാചക ചര്യയോട് മനസ്സാ വാചാ കർമ്മണ അടുത്തു നിൽക്കുകയും പ്രമാണബോധവും ചരിത്രബോധ്യവും ഉണ്ടായിത്തീരുകയും ചെയ്യുക. അങ്ങനെ പ്രവാചകന്റെ കൂടെ സ്വർഗലോകത്ത് സഹവാസം ഉറപ്പിക്കുന്ന സൽക്കർമ്മകാരികളിലും സച്ചരിതരിലും പ്രവാചകൻ അനുസരിക്കുന്നവരിലും ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ ബിറസൂലിഹിൽ കരീം വഹുവല്ലദീ അക്രമനാ ബിൽ ഖുർആനിൽ അളീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീനിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകൾ വൈജ്ഞാനിക ബോധ്യത്തോടെ ജീവിതത്തിൻ്റെ യഥാസമയങ്ങളിൽ പാലിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, നിലനിർത്തുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
അവൻ്റെ ഭവനവുമായി സദാ ബന്ധം നിലനിർത്തേണ്ടവരാണ്. നമ്മുടെ ജീവിതം എപ്പോഴും അറ്റാച്ച്മെന്റ് ചെയ്യേണ്ടത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീടുമായി കൊണ്ടായിരിക്കണം. ഏതാണ് ആ വീട് എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ഭവനമാണ്. ജുമാഅയും അതേപോലെ തിലാവത്തുൽ ഖുർആനും പ്രാർത്ഥനയും പ്രകീർത്തനവും നമസ്കാരവും അതിലെ റുക്കൂഉം സുജൂദും അതേപോലെ തന്നെ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ഐഹികവും ആത്മീയവുമായ പല കാര്യങ്ങളും സംഗമിക്കുകയും സമ്മേളിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന വെളിച്ചം വിതറുന്ന ഗേഹം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനം, പടച്ച റബ്ബിൻ്റെ മസ്ജിദ്. ആ മസ്ജിദുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം. അർശിൻ്റെ തണൽ പരലോകത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം മുഅല്ലഖും ബിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായി മനസ്സ്, ശരീരം, സാന്നിധ്യം, സമയം, അനുഷ്ഠാനം ഇതൊക്കെ ചേർത്ത് വെച്ച ആളുകളാണ് എന്ന് കാണുവാൻ കഴിയും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രവുമല്ല, വന്നു പോവുക എന്നതിലുപരിയായി അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീടിൻ്റെ പരിപാലനം, അതിൻ്റെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഹകരിക്കാനുള്ള മനസ്സും സദാ നമ്മൾ നിലനിർത്തണം. പ്രവാചക വചനത്തിൽ മൻ ബനാ ലില്ലാഹി ബൈത്തൻ, ആരെങ്കിലും ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിന് വേണ്ട ഒരു വീടുണ്ടാക്കി കൊടുത്താൽ, മക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന പിതാക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കുമല്ലോ, ശ്രമിക്കുമല്ലോ അല്ലെ? സ്വന്തമായി വീടുണ്ടാക്കിയവരും പറയാറുണ്ടല്ലോ. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസിൽ അള്ളാഹ്ക്ക് വേണ്ടി ആരാണോ ഒരു വീടെടുത്തു കൊടുത്തത് എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഇനി ഒരു വീട്, അള്ളാഹ്ക്കുള്ള വീട് മസ്ജിദാണ്, പള്ളിയാണ്. അത് പൂർണ്ണമായി എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടാകണമെന്നില്ല. എന്നാൽ എടുത്തുകൊണ്ടിരിക്കുന്ന മസ്ജിദുകളുമായി നമുക്ക് സഹകരിക്കാം, സമ്പത്തിന്റെ ഒരു വിഹിതം കൊടുക്കാം. മസ്ജിദിന്റെ പരിപാലനം, അതിന്റെ നവീകരണം, അതിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ സാന്നിധ്യമുണ്ടോ, നമ്മുടെ സമയം കൊടുക്കുന്നുണ്ടോ, നമ്മുടെ ആശയമുണ്ടോ, നമ്മുടെ സമ്പത്തുണ്ടോ, നമ്മുടെ അധ്വാനമുണ്ടോ? ആലോചിക്കുക. ആരെങ്കിലൊക്കെ ഫണ്ട് കൊണ്ട് ഡൊണേറ്റ് ചെയ്യപ്പെട്ട് നിർമ്മിക്കപ്പെട്ട മസ്ജിദിൽ പോയി ഇബാദത്തെടുത്ത് തിരിച്ചു പോരുകയാണോ? പല നാടുകളിലും യാത്രകളിലും അവനവന്റെ മഹല്ലുകളിലും അതേപോലെ പങ്കെടുക്കുന്ന പള്ളികളിലുമൊക്കെ അങ്ങനെയാണോ പള്ളിയുമായി നമുക്കുള്ള ബന്ധം? അതല്ല എൻ്റെ സാന്നിധ്യമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ സമ്പത്തുണ്ട്, എൻ്റെ അധ്വാനമുണ്ട്, എൻ്റെ ഐഡിയകളുണ്ട്, കൃത്യമായി അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പടച്ച റബ്ബിന്റെ വീടിനോട് ആ രൂപത്തിലുള്ള ബന്ധം ഞാൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ നമ്മുടെ വീടുകൾ അലങ്കരിക്കും. നിശ്ചിത കാലം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വീട് നമ്മൾ അൾട്രേഷൻ ചെയ്യും, കാലോചിതമാക്കും, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനുകളൊക്കെ മാറ്റും, നവീകരിക്കും. നമ്മൾ പടച്ച റബ്ബിന്റെ ഭവന നവീകരണം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമ്മൾ ജുമാഅക്ക് പങ്കെടുക്കുന്ന ഈ മസ്ജിദ്, ഈ ഇസ്ലാഹി സെന്റർ മസ്ജിദ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതല്ലാത്ത മസ്ജിദുകളുമായിട്ടൊക്കെ നമ്മൾ സഹകരിക്കണം. നമ്മൾ 5 വക്ത് നമസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ ജുമാഅക്ക് ഉപയോഗപ്പെടുത്തുന്ന, അല്പസമയം കയറി നമസ്കരിച്ച് തൻ്റെ റബ്ബുമായി മുനാജാത്ത് നടത്തി ശാന്തമായ മനസ്സ് നേടിയെടുക്കുന്ന, ഉപജീവന വർധന വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചില സമയങ്ങളിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മസ്ജിദിന്റെ നവീകരണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. പലതും നമ്മൾ നിർവഹിച്ചു. എന്നാലും സൗകര്യം പരിമിതമാണ്. സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാകണം. അവരുടെ ബാത്റൂം ഫെസിലിറ്റിയും നമസ്കരിക്കുന്ന സ്ഥലവുമൊക്കെ മുൻഭാഗം അതിന് ഉപയോഗപ്പെടുത്തുവാൻ 500 സ്ക്വയർ ഫീറ്റിൽ 10 ലക്ഷം രൂപ എന്ന നിലക്കാണ് ഈ ജുമാഅക്ക് പങ്കെടുക്കുന്ന, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന, ജുമാഅക്കോ നമസ്കാരത്തിനോ വരുന്ന ആളുകളിലൂടെ തന്നെ ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ച് നമ്മുടെയൊക്കെ മസ്ജിദാണ് ഇത് എന്ന ബോധം നമുക്കുണ്ടാകണം. തീർച്ചയായും ആരൊക്കെ നമസ്കരിക്കാൻ വന്നാലും കൂലിയുടെ പ്രതിഫലത്തിന്റെ ഒരു ഓഹരി നമുക്ക് കിട്ടണം. നമ്മൾ വീടൊക്കെ എടുത്ത് മരിച്ചു പിരിയുമ്പോൾ നമ്മുടെ മയ്യത്ത് ആ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീടുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്കുണ്ടാകൂല. എന്നാൽ അള്ളാഹുവിന്റെ വീടിന്റെ നവീകരണം, അതിന്റെ നിർമ്മാണത്തിലേക്ക് 1 സ്ക്വയർ ഫീറ്റ് 2000 രൂപ, അതല്ലെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ് 20,000 രൂപ, അതല്ലെങ്കിൽ 5 സ്ക്വയർ ഫീറ്റ് 10,000 രൂപ, 500 സ്ക്വയർ ഫീറ്റിൽ ഗണ്യമായത് 1, 2, 3 ഓരോരുത്തരും അവരുടെ സാമ്പത്തിക നിലയനുസരിച്ചുകൊണ്ട് അത് സ്വതക്കാ ജാരിയ വഖഫാക്കി കഴിഞ്ഞാൽ, നമ്മൾ വഖഫിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതി വിധികളൊക്കെ നമ്മൾ കേൾക്കും, ചർച്ച ചെയ്യും, അതിനുവേണ്ടി പ്രതിഷേധം സംഘടിപ്പിക്കും, അതേപോലെ നിയമപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും. അതിന്റെ മുന്നിൽ നമുക്ക് നിൽക്കും. പൂർവ്വസൂരികൾ ചെയ്ത ഇത്തരത്തിലുള്ള സ്വതക്കാ ജാരിയയിലൂടെ, വഖഫിലൂടെയാണ് പല സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് എങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാനുള്ള അനശ്വര ദാനത്തിന്റെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അള്ളാഹ് നോക്കുന്നുണ്ട്. അവിടെ അള്ളാന്റെ സഹായം ഉണ്ടാകുക. ആ വിഷയത്തിലൊക്കെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയോ എന്ന് അവനവനോട് തന്നെ ചോദിക്കാൻ സാധിക്കുന്ന സമയമാണിത്. ഒരു 2 സ്ക്വയർ ഫീറ്റ് എങ്കിലും
ഞാൻ വഖഫ് ചെയ്യാം. വഖഫ് എന്ന് പറഞ്ഞാൽ സ്വതക്കാ ജാരിയ, മസ്ജിദിന് വേണ്ടി ഒരു 10 സ്ക്വയർ ഫീറ്റ് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുക. നമ്മുടെ വീട്ടിൽ നിന്ന് മയ്യത്തിറങ്ങും. അള്ളാന്റെ വീടുമായി സഹകരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് ഖബറിൽ എത്തിക്കഴിഞ്ഞാലും ആ മയ്യത്തിന് കുളിർമ കിട്ടിക്കൊണ്ടിരിക്കും. പരലോകത്തേക്ക് എത്തുന്നത് വരെ, പുനരുദ്ധാരണ നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സഹകരിച്ച നവീകരണത്തിന് കൊടുത്ത പണം ആ പള്ളിയിൽ വന്നുകൊണ്ട് ആളുകൾ നമസ്കരിക്കുമ്പോൾ മരിച്ചു വിരിഞ്ഞാലും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യം ഉപകാരപ്പെടുന്ന അറിവ്, വലതുൻ സ്വാലിഹുൻ, സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന, അതേപോലെ തന്നെ സ്വദഖാ ജാരിയ, നിലനിൽക്കുന്ന ദാനം. ആ ദാനത്തിൽ ഉൾപ്പെടുന്ന കർമ്മത്തിൽ ഒരിക്കലും നമ്മൾ അപാകത കാണിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ഓരോരുത്തർ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 1/2 സ്ക്വയർ ഫീറ്റ് 1000, അതല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് എന്ന നിലക്കൊക്കെ തീർച്ചയായിട്ടും അത് നൽകി ഈ ടാർഗറ്റ് പൂർത്തീകരിക്കുന്നിടത്ത് നമ്മുടെ സമ്പത്ത് കൊണ്ട്, പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും സമ്പത്തിന്റെ വിഹിതം കൊണ്ട്, സ്വതക്കാ ജാരിയ കൊണ്ട് ഈ ടൗണിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ഒരുപാട് ഉപയോഗപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മസ്ജിദിന്റെ നവീകരണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് പോലും സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്തിൽ ആയത്തിൽ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വിലപിക്കുമെന്നാൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി, പടച്ചോനെ കുറച്ച് ടൈം കൂടി നീട്ടിത്തന്നാൽ, ഒരു ചെക്കിൽ ഒപ്പിടാറില്ലേ, ഒരു വാട്സപ്പിൽ വോയിസ് അയക്കാറില്ലേ, സ്ട്രോക്ക് ബാധിച്ച് തളർന്നിട്ടുണ്ട്, കുറഞ്ഞ സമയം കൂടി നീക്കി തന്നാൽ പടച്ചറബ് ഈ അസറ്റുമായി, ഈ സമ്പത്തുമായി, ഈ സ്വർണവുമായി, ബാങ്ക് ബാലൻസുമായി ഇതൊന്നും ഞാൻ കൂടെ കൊണ്ടുപോവുകയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു റബ്ബേ. അതുകൊണ്ട് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ഷോർട്ട് ടൈം, ഒരു ചെറിയ സമയം എനിക്ക് അനുവദിച്ചു തരണം. ഫഅസ്വദ്ദഖ, ആ സമയത്ത് പറയുന്ന ആദ്യ വാക്കിതാണ്, നീട്ടിത്തരണം എന്ന് പറഞ്ഞ് അള്ളാഹിനോട് യാചിക്കാൻ. ഫഅസ്വദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്തോളാന്ന് പറയാ. കാരണം മരിച്ചു കഴിഞ്ഞാൽ ആ സ്വതക്കന്റെ വാല്യൂ തിരിച്ചറിയാം, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ. അതുകൊണ്ടല്ലേ പ്രവാചകന്റെ അടുത്ത് 6 or 7 ദിനാറുള്ളത്. അത് പ്രവാചകൻ റബീഉൽ അവ്വൽ 12-ന്റെ തലേ ദിവസം 11-ന് രാത്രി അതും ദാനം ചെയ്തു എന്ന ചരിത്രം പഠിക്കുന്നത് പറയാൻ മാത്രമല്ല, പ്രയോഗവൽക്കരിക്കാനാണ്. ഫഅസ്വദ്ദഖ, പടച്ച റബ്ബേ ഞാൻ സ്വതക്ക ചെയ്തോളാം. വഅകും മിനസ് സ്വാലിഹീൻ, ആ വഴിക്ക് സ്വാലിഹീങ്ങളിൽ, സൽക്കർമ്മകാരികളിൽ ഞാൻ ഉൾപ്പെടുകയും ചെയ്യാമെന്നാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സാധ്യമല്ല എന്നത്. സ്വതക്കാ ജാരിയ, വഖഫ് തുടങ്ങിയിട്ടുള്ള ദാനധർമ്മവും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ നിഷ്ഠയും നിർവഹണവും ഉണ്ടാകണം. അതിന് ഇടം ലഭിക്കപ്പെടുന്ന അവസരത്തെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സുകൊണ്ടും അതേപോലെ നാവുകൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടുമൊക്കെ പരലോകത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങളുടെ പാഥേയമൊരുക്കുന്ന വിവേകമതികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും, കൊടുത്തുകൊണ്ടിരിക്കുന്ന ദാനങ്ങളും, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളും, പാരായണം ചെയ്യുന്ന ആയത്തുകളും എല്ലാം നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി സ്വീകരിക്കണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് കർമ്മത്തിലോ വിശ്വാസത്തിലോ ആചാരത്തിലോ ധർമ്മത്തിലോ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ നീ പുറത്ത് മാപ്പാക്കി തരയണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ സഫലമാക്കി തരയണമേ നാഥ. അള്ളാഹുവേ, ഹലാലായ അനുവദനീയമായ മേഖലയിലെ ഞങ്ങളുടെ ഉപജീവന അധ്വാനങ്ങളിൽ നീ കൂടുതൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരിൽ, ഞങ്ങളുടെ മക്കളിൽ, പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞ ബന്ധുക്കളിൽ, സുഹൃത്തുക്കളിൽ അവർ രോഗത്തിന് ചികിത്സയിലാണ്, ഹോസ്പിറ്റലുകളിലാണ്. അള്ളാഹുവേ, അവർക്ക് നീ ശമനം നൽകണമേ നാഥ. ചികിത്സ ഫലപ്രദമാക്കി തീർക്കണമേ റബ്ബേ.